നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒല്ലുക്കര ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനം പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ നിർവഹിച്ചു. ശുചീകരണ റാലിയും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. തെക്കുംകര പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പുന്നപ്പറമ്പ് ചെറുവത്തൂർ വീട്ടിൽ തോമസ് നിര്യാതനായി. 88 വയസ്സായിരുന്നു. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സഹകരണ സംഘം ചട്ടം 43B ഭേദഗതി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ അന്ത്യം കുറിക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. വാർത്തകൾ വിശദമായി. ഒല്ലുക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഫ്രാൻസീന ഷാജു അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് KR രവി അധ്യക്ഷത വഹിച്ചു. 2024-25 വർഷത്തെ വർഷാവസാനം നീക്കിയിരിപ്പ് തുകയായ 47,76,415 രൂപയും പ്രതീക്ഷിത വരവും ഉൾപ്പെടെ മൊത്തം 29,51,16,962 രൂപ പ്രതീക്ഷിത വരവും 29,05,72,854 രൂപ പ്രതീക്ഷിത ചെലവും 45,44,108 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. ഉൽപാദന മേഖല, വയോമിത്രം, സാമൂഹ്യ സുരക്ഷാ മിഷൻ വിഹിതം നൽകൽ, മറവി രോഗം, വാട്ടർ ATM, പശ്ചാത്തല മേഖല, ആരോഗ്യമേഖല, സാനിറ്ററി നാപ്കിൻ ഇൻസിനേറ്റർ സ്ഥാപിക്കൽ, ഖാദി വ്യവസായ തറി വാങ്ങി നൽകൽ, മാലിന്യമുക്തം നവകേരളം, കൗലിഫ്റ്റ് സ്ഥാപിക്കൽ, പെഡൽ ബോട്ട് സൗകര്യമൊരുക്കൽ, ഭവന നിർമ്മാണം, സദ്ഭരണം, തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയ വിഭാഗങ്ങളിലേക്കും തുക വകയിരുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PS ബാബു, സിനി പ്രദീപ് കുമാർ, സുരേഷ് ബാബു, സെക്രട്ടറി സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു. വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വെച്ചു പോകണം എന്ന അഭിപ്രായം വരികയുണ്ടായി. കാരണം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ അത് ചിലതൊക്കെ ചെറിയ തോതിലാണെങ്കിലും തരണം ചെയ്യാൻ തനത് ഫണ്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ പിടിച്ചെടുക്കാൻ കഴിയും. ഗ്രാമപഞ്ചായത്തുകൾക്ക് അത്യാവശ്യം തനത് ഫണ്ട് വ്യത്യസ്ത ഇനങ്ങളിൽ ലഭിക്കാനുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന് ആ ഗണത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിനൊന്നുമില്ല. പദ്ധതികൾക്കും റോഡ് വികസനത്തിനും റോഡ് നിർമ്മാണ പദ്ധതികൾക്കും തുക നീക്കിവച്ചിരിക്കുന്നു. വരുംകാല കേരളത്തിന്റെ വികസന പാതയിലേക്ക് നയിക്കുന്ന വാതായനങ്ങളെ ഈ ബഡ്ജറ്റിൽ തുറന്നിട്ടിരിക്കുന്നു. കൂട്ടായ ചർച്ചയിലൂടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഈ ബഡ്ജറ്റ് അഭിമാനത്തോടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. സാമ്പത്തിക അവലോകനം. 2024-25 വർഷത്തെ അവസാനം നീക്കിയിരിപ്പ് തുകയായ 47,76,415 രൂപയും 2025-26 വർഷത്തെ പ്രതീക്ഷിത വരവും ഉൾപ്പെടെ മൊത്തം 29,51,16,962 രൂപയും പ്രതീക്ഷിത വരവും 29,05,72,854 രൂപ പ്രതീക്ഷിത ചെലവും 45,44,108 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനവുമായി മാടക്കത്ര ഗ്രാമപഞ്ചായത്ത്. മാലിന്യമുക്ത നവകേരളം പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനവുമായി മാടക്കത്ര ഗ്രാമപഞ്ചായത്ത്. പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ശുചിത്വ റാലിയും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ റാലിയുടെയും ശുചീകരണ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ജെയ്മി ജോർജ് അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ അഭയകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷീന, എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അംഗങ്ങളായ കൃഷ്ണകുമാർ, സാലു, ഹരിതകർമ്മസേന പ്രവർത്തകർ, പ്രദേശത്തെ വ്യാപാരികൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് റാലിയും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തിയത്. സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനത്തിന്റെ ഭാഗമായി സീറോ വേസ്റ്റ് ക്യാമ്പയിനിലൂടെ മാലിന്യമുക്ത സുന്ദര ഗ്രാമമാക്കി മാടക്കത്തറയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. എത്ര സുന്ദരം എൻ്റെ മാടക്കത്തറ എന്ന മുദ്രാവാക്യവുമായി പൊതു ഇടങ്ങളുടെ ശുചീകരണം മാർച്ച് 14 മുതൽ നടപ്പാക്കി വരുന്നു. ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാലയങ്ങളിലെയും ഓഫീസുകളിലെയും മതിലുകളിലും അനുവാദം നൽകിയ സ്വകാര്യ വ്യക്തികളുടെ മതിലുകളിലും
ശുചിത്വ സന്ദേശങ്ങൾ എഴുതുന്നതോടൊപ്പം ചിത്രപ്പണികൾ നടത്തി സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്തു. പഞ്ചായത്ത് വാർഡുകളിലെ എല്ലാ കേന്ദ്രങ്ങളും വൃത്തിയാക്കി സുന്ദര ഗ്രാമമാക്കാനുള്ള പ്രവൃത്തികളുടെ ഭാഗമായി വൃത്തിയാക്കിയ പൊതുകിണറുകൾ പെയിന്റ് അടിച്ച് ശുചിത്വ സന്ദേശങ്ങൾ എഴുതുകയും ഓഫീസുകളും കേന്ദ്രങ്ങളും പരിസര ശുചീകരണം നടത്തി വൃത്തിയാക്കുകയും ചെയ്തു. ശുചീകരണ സന്ദേശങ്ങളും മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ പ്രസക്തിയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബസ് സ്റ്റോപ്പുകളിൽ സന്ദേശങ്ങൾ എഴുതി പ്രദർശിപ്പിക്കും. മാലിന്യം വലിച്ചെറിയുന്നത് വഴി അവ കുമിഞ്ഞുകൂടി കിടക്കുന്ന പ്രദേശങ്ങൾ JCB ഉപയോഗിച്ച് വൃത്തിയാക്കി മാലിന്യങ്ങൾ നീക്കം ചെയ്യും. കടകളുടെ മുന്നിലുള്ള മാലിന്യ ശേഖരണ ഉപാധികൾ പിൻവശത്തേക്ക് മാറ്റി കടകളുടെ മുൻഭാഗം സുന്ദരമാക്കി നിലനിർത്താൻ പ്രസിഡന്റ് നിർദ്ദേശം നൽകി. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്, കുടുംബശ്രീ, ഹരിതകർമ്മസേന തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ടെന്നും അത് മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെയും പരിസര ശുചീകരണത്തിന്റെയും സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ടെന്നും പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ അറിയിച്ചു. ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങളിൽ ശുചിത്വ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സ്റ്റിക്കറുകൾ പതിക്കാനുള്ള പദ്ധതിയുടെ ആലോചനകൾ നടന്നുവരുന്നതായും പ്രസിഡന്റ് പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭയിലെ കുമ്പളങ്ങാട് ഡംപ് സൈറ്റ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. ഡംപ് സൈറ്റ് ബയോമൈനിംഗ് പ്രവൃത്തിയുടെ പുരോഗതി കളക്ടർ വിലയിരുത്തി. ബയോമൈനിംഗ് പ്രവൃത്തിക്ക് നല്ല പുരോഗതിയുണ്ടെന്നും ഏപ്രിൽ മാസത്തോടുകൂടി ഡംപ് സൈറ്റിലെ സർവ്വ മാലിന്യങ്ങളും നീക്കം ചെയ്യുമെന്നും സൈറ്റ് വിസിറ്റിന് ശേഷം ജില്ലാ കളക്ടർ അറിയിച്ചു. 1 ഏക്കറിന് മീതെ വിസ്തീർണമുള്ള കുമ്പളങ്ങാട് ഡംപ് സൈറ്റിൽ 11,000 ടൺ മാലിന്യം ഉണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇതിൽ 7,000 ടണ്ണോളം മാലിന്യങ്ങൾ ബയോമൈനിംഗ് പ്രവൃത്തിയിലൂടെ ഇതുവരെ ശാസ്ത്രീയമായി വേർതിരിച്ചു. ഈ മാലിന്യത്തിൽ നിന്ന് ലഭിച്ച 100 ടണ്ണോളം RDF മാലിന്യങ്ങൾ ഇതോടകം ട്രിച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാൽമിയ സിമന്റ് ഫാക്ടറിയിലേക്ക് കയറ്റി അയച്ചു. ബയോമൈനിംഗ് പ്രക്രിയയിലൂടെ ലഭിക്കുന്ന മണ്ണ് ആവശ്യമായ സാങ്കേതിക ടെസ്റ്റുകൾ നടത്തി സ്വീകാര്യമെങ്കിൽ സൈറ്റിൽ തന്നെ നിക്ഷേപിക്കും. ശേഷിക്കുന്ന പ്ലാസ്റ്റിക്കുകളും മറ്റ് മാലിന്യങ്ങളും ഡംപ് സൈറ്റിൽ നിന്ന് കയറ്റി അയക്കും. കഴിഞ്ഞ വർഷം ഡിസംബർ 5-നാണ് ഇതിന്റെ പ്രവൃത്തി കുമ്പളങ്ങാട് ആരംഭിച്ചത്. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി ബയോമൈനിംഗ് പ്രവൃത്തി ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി പൂർത്തീകരിക്കാനാകും. സന്ദർശനത്തിൽ ജില്ലാ കളക്ടറോടൊപ്പം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, നഗരസഭാ സെക്രട്ടറി മനോജ്, KSWMP ഡെപ്യൂട്ടി ജില്ലാ കോർഡിനേറ്റർ അരുൺ, നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിലർമാർ, KSWMP ജില്ലാതല ഉദ്യോഗസ്ഥർ, നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തെക്കുംകര പഞ്ചായത്ത് മുൻ പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായിരുന്ന പുനമ്പറമ്പ് ചെറുവത്തൂർ വീട്ടിൽ പരേതനായ തോമായി മകൻ തോമസ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. കോൺഗ്രസ് നേതാവും തെക്കുംകര പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന പരേതനായ CT ദേവസിയുടെ സഹോദരനാണ് CT തോമസ്. സംസ്കാരം നാളെ രാവിലെ 10-ന് മച്ചാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ നടക്കും. ഭാര്യ ഫ്ലോറി, മക്കൾ ഷീല, ഷിബു, ഷാജു, ഷാൻഡി, മരുമക്കൾ ടോമി, പ്രീതി, റിനി, അഡ്വക്കേറ്റ് റോണി. CT തോമസിന്റെ ഭൗതിക ശരീരം മാർച്ച് 20-ന് വ്യാഴാഴ്ച കാലത്ത് 9 മണി മുതൽ 9:30 വരെ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ നടത്തും. ഇന്ന് അന്തരിച്ച ശ്രീ CT തോമസ് ഏട്ടൻ ഈ പഞ്ചായത്തിൻ്റെ രൂപീകരണ കാലം മുതൽ 16 വർഷക്കാലം ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ച പ്രതിഭാശാലിയായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. ആ കാലഘട്ടത്തിൽ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളൊന്നും വന്നിട്ടില്ല. കാര്യമായിട്ടുള്ള വരുമാന സ്രോതസ്സൊന്നും പഞ്ചായത്തുകൾക്കുണ്ടായിരുന്നില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിന് ആദ്യമായി ഒരു സ്വന്തമായിട്ടുള്ള കെട്ടിടം നിർമ്മിച്ചത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് എന്നുള്ളത് ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ പോലെ ഓണറേറിയമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളോ ഒന്നും അക്കാലത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കുണ്ടായിരുന്നില്ല. അവർ ജനസേവനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ജനങ്ങൾക്ക് സേവനം നൽകുക, അതുപോലെ തന്നെ നാടിൻ്റെ ജനക്ഷേമകരമായ പദ്ധതികൾ ഏറ്റെടുക്കുക, അതെല്ലാം വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ശ്രീ തോമസ് ഏട്ടൻ എന്നുള്ളത് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ MK ശ്രീജ 2015 മുതൽ 2020 വരെ തെക്കുംകര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. തെക്കുംകര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഥമ പ്രസിഡൻ്റായിരുന്ന CT തോമസ് ഏട്ടൻ്റെ നിര്യാണത്തിൽ വളരെ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഗ്രാമപഞ്ചായത്തിൻ്റെ തുടക്കം മുതൽ 16 വർഷക്കാലം, ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമായ സാഹചര്യത്തിൽ 16 വർഷക്കാലം ഗ്രാമപഞ്ചായത്തിനെ നയിച്ച തോമസ് ഏട്ടൻ്റെ നഷ്ടം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാദുഃഖം തന്നെയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു.
തൃശൂർ കോർപ്പറേഷൻ കാളത്തോട് ഡിവിഷനിലെ പകൽ വീടിന്റെ നേതൃത്വത്തിൽ തണ്ണീർപന്തൽ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ ML റോസി മുഖ്യാതിഥിയായിരുന്നു. എല്ലാ ദിവസവും രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ സംഭാര വിതരണം ഉണ്ടായിരിക്കും. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സഹകരണ സംഘം ചട്ടം 43B ഭേദഗതി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ അന്ത്യം കുറിക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. UDF അധികാരത്തിൽ വന്നാൽ ഈ വക കരിനിയമങ്ങൾ പിൻവലിച്ച് സഹകരണ മേഖലയെ സംരക്ഷിക്കുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. സഹകരണ ജനാധിപത്യവേദി തൃശൂർ താലൂക്ക് കമ്മിറ്റി കേരള ബാങ്ക് റീജിയണൽ ഓഫീസിന് മുന്നിൽ നടത്തിയ സഹകാരി ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെയർമാൻ സുനിൽ അന്തിക്കാട് അധ്യക്ഷത വഹിച്ചു. രാജേന്ദ്രൻ അരങ്ങത്ത്, A പ്രസാദ്, MS ശിവരാമകൃഷ്ണൻ, AG രവീന്ദ്രൻ, ED സാബു, ജിയോ മണ്ണുത്തി തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ്. പക്ഷേ ആ ഒരു ലക്ഷ്യമല്ല ഇന്ന് പിണറായിയുടെ സർക്കാരിനുള്ളത്. അതിന്റെ പ്രധാനമായ 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, സഹകരണ സംഘങ്ങളിൽ ബഹുഭൂരിഭാഗവും സ്ഥാപിച്ചത് കോൺഗ്രസുകാരാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസുകാർ സ്ഥാപിച്ച സംഘങ്ങൾ പിടിച്ചടക്കിയിട്ടുള്ള പരിചയം മാത്രമേ CPMന്റെ നേതാക്കന്മാർക്കുള്ളൂ. അവരാരും തന്നെ ഒരു സംഘം രൂപീകരിച്ചതായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. ഇനി അത്തരത്തിലേതെങ്കിലും ഒരു സംഘം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ കൂടി മറ്റുള്ള സഹകരണ സംഘങ്ങളെ പോലെ ആ സംഘങ്ങളിലെ ഡെപ്പോസിറ്റേഴ്സ് എന്ന് പറയുന്നത് 90% കോൺഗ്രസുകാരാണ്. നിങ്ങൾ ഏതൊരു സംഘങ്ങളുടെയും നിക്ഷേപകരെ നിങ്ങൾ പരിശോധിച്ചാൽ നാട്ടിലെ 90% കോൺഗ്രസുകാരായിരിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ യാതൊരു തരത്തിലുമുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ സഹകരണ ബാങ്കുകൾ പിടിച്ചടക്കി അതിന്റെ മുകളിലിരുന്ന് ഭരണം നടത്തി അതിന്റെ മറവിൽ സഖാക്കൾക്ക് ഗുണം ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് CPMയുടെ ഒരു ലക്ഷ്യമില്ല എന്നുള്ളതാണ്. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എൻ്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ.
യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. ഒല്ലൂർ ജംഗ്ഷൻ വികസനം അനിശ്ചിതത്വത്തിലായി വ്യാപാരികൾ. ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കേണ്ട സ്ഥലത്തിന്റെ അളവെടുപ്പ് നടത്തി കല്ലിടൽ പൂർത്തിയായപ്പോൾ നിരവധി വ്യാപാരികളും വീട്ടുകാരും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കേണ്ട അവസ്ഥയിലും പല വീടുകൾക്കും മധ്യത്തിലൂടെയുമാണ് അളവെടുപ്പ് നടത്തി കല്ലിടൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇവരെല്ലാം എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചോ ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിനെക്കുറിച്ചോ യാതൊരു വിവരവും അധികൃതരാരും നൽകിയിട്ടുമില്ല. തൃശൂർ ടൗണിൽ പോലും ഇല്ലാത്ത രീതിയിലാണ് ഒല്ലൂർ റോഡിന്റെ അളവെടുപ്പ് പൂർത്തിയാക്കിയതെന്നും വ്യാപാരികൾ പറയുന്നു. ഇത്രത്തോളം വികസനം ഇവിടെ വരുത്തേണ്ട ആവശ്യമുണ്ടോ എന്നതാണ് വ്യാപാരികൾ ഉന്നയിക്കുന്ന ചോദ്യം. വികസനത്തിന് താങ്കൾ എതിരല്ലെന്നും ന്യായമായ രീതിയിൽ വലിയ കേടുപാടുകളില്ലാതെ വികസനത്തിന് അവർ തയ്യാറാണെന്നും വ്യാപാരികൾ പറയുന്നു. വർഷങ്ങളായി തങ്ങൾ നടത്തിവരുന്ന സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കേണ്ടി വരുമ്പോൾ ഉപജീവനത്തിന് മറ്റൊരു മാർഗമില്ലാത്ത അവസ്ഥയിലേക്ക് മാറും എന്നതും ഇവരെ പ്രതിസന്ധിയിലാക്കുന്നു. കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ഇവരെ ധരിപ്പിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന പരാതിയും ഇവർക്കുണ്ട്. വരുന്ന റോഡിന്റെ സ്കെച്ച് കാണണമെന്ന വ്യാപാരികളുടെ ആവശ്യത്തിന് അധികൃതർ മതിയായ മറുപടി നൽകിയില്ല എന്ന ആരോപണം ഉയരുന്നു. ഇതിലെല്ലാം തന്നെ ദുരൂഹതകൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന സംശയവും വ്യാപാരികൾ ഉന്നയിക്കുന്നു. ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ഭൂമിയിൽ എത്തിച്ചേർന്നതിന്റെ സന്തോഷമായി പുസ്തകങ്ങൾ വിതരണം ചെയ്ത് അധ്യാപകൻ. 286 ദിവസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ താമസിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിയ ഇന്ത്യൻ വംശജ സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും അഭിവാദ്യം അർപ്പിച്ച വിദ്യാർത്ഥികൾ കേച്ചേരി അൽ അമീൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വേറിട്ട ആഹ്ലാദ പ്രകടനം നടന്നത്. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനും 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസറുമായ മേജർ PJ സ്റ്റൈജു ആണ് ശാസ്ത്ര ലോക വിജയ നിമിഷത്തിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പുസ്തകം വിതരണം ചെയ്തത്. ഭാരതം ശാസ്ത്ര ലോകത്തിന് സംഭാവന ചെയ്ത ചന്ദ്രയാൻ, മംഗളയാൻ പദ്ധതികളെ പറ്റിയുള്ള ശാസ്ത്രീയ പുസ്തകങ്ങളാണ് സൗജന്യമായി കുട്ടികൾക്ക് വിതരണം ചെയ്തത്. പുസ്തക വിതരണ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ സുജ ഫ്രാൻസിസ് നിർവഹിച്ചു. സ്കൂൾ ലീഡർ ആൻ ജോൺസ് ഇന്ത്യൻ വിജയഗാഥയായ മംഗളയാൻ വിക്ഷേപണത്തെക്കുറിച്ച് സംസാരിച്ചു. വിദ്യാർത്ഥികളായ അക്ഷയ് രാജ്, ആമീൻ, ആദിത്യൻ, അസ്ലം, ആദിത്ത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സൗജന്യമായി ലഭിച്ച മംഗളയാൻ പുസ്തകങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് വിദ്യാർത്ഥികൾ ശാസ്ത്ര വിജയം ആഘോഷിച്ചത്. ആന എഴുന്നള്ളിപ്പ് സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് പുറപ്പെടുവിച്ച സുപ്രീം കോടതി ഉത്തരവിനെ പൂരപ്രേമി സംഘം സ്വാഗതം ചെയ്തു. മണികണ്ഠനാൽ ഗണപതിക്ക് തേങ്ങയടിച്ച് പൂരപ്രേമി സംഘം പ്രവർത്തകർ കോടതി വിധി അടങ്ങുന്ന ഇന്നത്തെ ദിനപത്രങ്ങൾ വിതരണം ചെയ്തു. ലഡു വിതരണം ചെയ്തും ആഹ്ലാദം പങ്കുവെച്ചും പൂരങ്ങൾ കേരളത്തിന്റെ അവിഭാജ്യ ഘടകമാണ്, അത് തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ പോരാടാൻ പൂരപ്രേമി സംഘം സുസജ്ജമാണെന്നും കൺവീനർ വിനോദ് കണ്ടങ്കാവിൽ പറഞ്ഞു. പ്രസിഡന്റ് ബൈജു താഴേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. മേളപ്രമാണി പെരുവനം സതീശൻ മാരാർ, സോപാന ഗായകൻ അമ്പലപ്പുഴ വിജയകുമാർ, പൂരപ്രേമി സംഘം ഭാരവാഹികളായ അനിൽകുമാർ മോച്ചാട്ടിൽ, അരുൺ PV, സജേഷ് കുന്നമ്പത്ത്, സെബി ചെമ്മനാടൻ, മുരാരി എന്നിവർ നേതൃത്വം നൽകി. ഈ വാർത്ത മാതൃഭൂമി, മനോരമ, ദേശാഭിമാനി തുടങ്ങി എല്ലാ പത്രങ്ങളിലും ഗംഭീരമായ വാർത്ത, ന്യൂഡൽഹിയിൽ നിന്ന് തന്നെയുള്ള വാർത്ത വന്നിട്ടുണ്ട്. ആ പത്രങ്ങൾ നമ്മളിവിടെയുള്ള ആളുകൾക്ക് വിതരണം ചെയ്യും, മധുരപലഹാരം വിതരണം ചെയ്യും. ഈ സന്തോഷവേള നമ്മൾ പങ്കിടുക. ഈ പരിപാടിയിലേക്ക് വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ തുടർന്നുള്ള പൂരത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് പൂരത്തിൻ്റെ വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിനുവേണ്ടി ആത്മാർത്ഥമായി പൂരപ്രേമി സംഘം ഏതൊക്കെ വരെയും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. ഇന്ത്യൻ ആർമിയിൽ അഗ്നിവീരാഗം രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഇന്ത്യൻ ആർമിയിൽ അഗ്നിവീർ നിയമന റിക്രൂട്ട്മെന്റ് 2025-26 റാലിക്കായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമുള്ള അവിവാഹിതരായ പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷാഘട്ടത്തിൽ മുൻഗണന രേഖപ്പെടുത്തണം. അപേക്ഷകർക്ക് www.joinindiaarmy.mil
nic.in എന്ന വെബ്സൈറ്റ് മുഖേന ഏപ്രിൽ 10 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. 2 തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ യോഗ്യത അനുസരിച്ച് അപേക്ഷിക്കാനാകും. അപൂർണമായ അപേക്ഷകൾ നിരസിക്കപ്പെടും. 2ാം ഘട്ട റിക്രൂട്ട്മെന്റ് റാലി സമയത്ത് ഉയരവും ഭാരവും തെറ്റായി പൂരിപ്പിക്കുകയോ ശാരീരിക അളവെടുപ്പ് മാനദണ്ഡങ്ങളിൽ ഇളവ് നേടുന്നതിനായി വ്യാജ അനധികൃത സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുകയോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷ റദ്ദാക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0495-238-3953 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. കേരള ബാങ്ക് വടക്കാഞ്ചേരി ബ്രാഞ്ചിന് മുന്നിൽ തലപ്പള്ളി താലൂക്ക് സഹകരണ ജനാധിപത്യ വേദി ധർണ നടത്തി. സഹായികൾക്ക് ദോഷമാകുന്ന സഹകരണ ഭേദഗതി നിയമങ്ങൾ പിൻവലിക്കുക, കേരള ബാങ്കിന്റെ അശാസ്ത്രീയമായ പലിശ നിരക്ക് സംവിധാനം പിൻവലിക്കുക, മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ജപ്തി നിയമം സാധാരണക്കാർക്ക് വായ്പ നിഷേധിക്കുന്നതും ബാങ്കുകളുടെ കുടിശ്ശിക വർദ്ധിപ്പിക്കുന്നതുമാണ്. ആയതിനാൽ ജപ്തി നിയമം പിൻവലിക്കുക, സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ മാനദണ്ഡങ്ങളിൽ ഇളവ് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തലപ്പള്ളി താലൂക്ക് സഹകരണ ജനാധിപത്യ വേദി ധർണ നടത്തിയത്. യോഗത്തിൽ സഹകരണ ജനാധിപത്യ വേദി തലപ്പള്ളി താലൂക്ക് ചെയർമാൻ KC ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി E വേണുഗോപാല മേനോൻ, TM കൃഷ്ണൻ, വിജോയ് ബാബു, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ്, മിൽമ ഡയറക്ടർ NR രാധാകൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ ജയദീപ്, സുരേഷ് മമ്പറമ്പിൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല എന്നിവർ പ്രസംഗിച്ചു. ജോസഫ് പൂമല സ്വാഗതവും സിന്ധു സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. KT ജോയ്, വേലിക്കുട്ടി, അരവിന്ദാക്ഷൻ നായർ, ശ്രീകുമാർ, അയ്യാവു, നന്ദകുമാർ, ഗിരീഷ്, CD സൈമൺ, P മാധവൻ, മണികണ്ഠൻ അമ്പലപ്പാട്ട്, ആസാദ്, രവി പോലുവളപ്പിൽ, ജയൻ മംഗലം, ഗോപാലകൃഷ്ണൻ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ അബദ്ധജനകമായ പ്രസ്താവന നമ്മുടെ സഹകരണ പ്രസ്ഥാനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഹകരണ ജനാധിപത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ പൂർണ്ണമായ പ്രക്ഷോഭ പരിപാടികളായി മുന്നോട്ട് സംസ്ഥാന ബാങ്കിന്റെ പുതിയതായി സമരം പ്രഖ്യാപിക്കുന്നത് സംസ്ഥാന ബാങ്കിനെ വിളിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന് അതിന്റെ വരുമാനങ്ങളെടുത്ത് ദുർവ്യയം ചെയ്യാൻ സാധിക്കുമെന്നുള്ള സങ്കുചിത ചിന്താഗതിയോടുകൂടിയാണ് സംസ്ഥാന ബാങ്ക് സഹകരണ ബാങ്ക് രൂപീകരിച്ചത്. വളരെ നല്ല രീതിയിൽ നടക്കുന്ന ജില്ലാ സഹകരണ ബാങ്കുകളെ ഇല്ലായ്മ ചെയ്ത് സംസ്ഥാന ബാങ്ക് രൂപീകരിച്ചപ്പോൾ അവർ ലക്ഷ്യം വെച്ച് നോക്കുമ്പോൾ നടക്കാൻ കഴിയില്ല. ഈ സഹകരണ ബാങ്കിന്റെ സംസ്ഥാന ബാങ്കിന്റെ മുന്നിൽ നടത്തുന്ന സമരത്തിൽ പറയാനുള്ള കാര്യങ്ങൾ ജില്ലാ സംസ്ഥാന ബാങ്ക് ഗവൺമെന്റിന് കൊടുക്കുകയില്ല, സാധാരണ പോയി പ്രയോജനമില്ലാത്ത ആപ്പാടയായി മാറിയിരിക്കുക. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്മസംസ്കരണത്തിന്റെ പൂക്കാലം എന്ന സന്ദേശവുമായി 1 മാസം നീണ്ടു നിൽക്കുന്ന റംലാൻ ക്യാമ്പയിന്റെ ഭാഗമായി മുല്ലക്കര മുസ്ലിം മഹല്ല് ജമാഅത്തിൽ ബദർ ദിനം ആചരിച്ചു. ബദരീങ്ങളുടെ കീർത്തനമായ ബദർ മൗലീദ്, മാസം തോറും നടന്നുവരുന്ന ബദരീയത്തിന്റെ വാർഷികം, ബദർ അനുസ്മരണ പ്രഭാഷണം, ദുആ മജ്ലിസ് എന്നിവയ്ക്ക് മഹല്ല് ഖത്തീബ് കബീർ നിസാമി നേതൃത്വം നൽകി. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തുടർന്ന് നേർച്ച ഭക്ഷണ വിതരണവും നടന്നു. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ
9495225992. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വീണ്ടും വാർത്തകളിലേക്ക്. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ വാടാനപ്പള്ളിയിൽ കഞ്ചാവുമായി ഒരാൾ അറസ്റ്റ്. എങ്ങണ്ടിയൂർ പുളിക്കക്കടവ് പാലത്തിന് സമീപത്തു നിന്നാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ സംശയം തോന്നി പരിശോധിച്ചതിൽ വെങ്കിടങ്ങ് പാടൂർ സ്വദേശി മമ്മസ്ര ഇല്ലത്ത് ഹംസ എന്നയാളെ കഞ്ചാവുമായി പിടികൂടിയത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിനേഷ്, സിവിൽ പോലീസ് ഓഫീസർ അലി എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കൊടുവാൾ കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ റിമാൻഡിൽ. ആളൂർ സ്വദേശിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതികളായ പുലിപ്പാറക്കുന്ന് പൂവത്തിക്കര വീട്ടിൽ വലിയ മല്ലു എന്ന മിഥുൻ, ഇയാളുടെ അനുജൻ കുഞ്ഞു മല്ലു എന്ന അരുൺ, ആളൂർ സ്വദേശി കൈനാടത്തുപറമ്പിൽ ജെനിൽ എന്നിവരെയാണ് തൃശൂർ റൂറൽ SP കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, ആളൂർ ഇൻസ്പെക്ടർ KM ബിനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് പിടികൂടിയത്. ആളൂർ സ്വദേശി വട്ടപ്പറമ്പിൽ അമീഷിന്റെ വീട്ടിലേക്ക് 4 പേർ കൊടുവാളും ഇരുമ്പ് പൈപ്പുമായി അതിക്രമിച്ച് കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും അമീഷിനെ വെട്ടുകയുമായിരുന്നു. ഇത് തടയാൻ ചെന്ന സഹോദരൻ അജീഷിന്റെ ഇടതു കൈക്ക് വെട്ടേറ്റു. 2 വിരലുകൾ അറ്റുപോയി ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. ഈ കേസിലെ മറ്റൊരു പ്രതിയായ ഇല്ലത്തുപറമ്പിൽ മുഹമ്മദ് ജാസിക്കിനെ സംഭവ ദിവസം തന്നെ പിടികൂടിയിരുന്നു. നടരാജ വിഗ്രഹം വീട്ടിൽ വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവുമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. പ്രതികളായ കാടുകുറ്റി സാമ്പാളൂർ സ്വദേശി മാടപ്പള്ളി വീട്ടിൽ ഷിജോ, കറുകുറ്റി അന്നനാട് സ്വദേശി അനന്തഭവൻ വീട്ടിൽ ബാബു പരമേശ്വരൻ എന്നിവരെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരന് പുരാവസ്തുക്കളോടുള്ള താല്പര്യം മനസ്സിലാക്കിയാണ് പഞ്ചലോഹ നടരാജ വിഗ്രഹം വീട്ടിൽ വെച്ചാൽ ഐശ്വര്യമുണ്ടാകുമെന്ന് പറഞ്ഞ് പ്രതികൾ വിശ്വസിപ്പിച്ചത്. തുടർന്ന് പഞ്ചലോഹ വിഗ്രഹമാണെന്ന് വിശ്വസിപ്പിച്ച് ഇവർ ഒരു ദേവി വിഗ്രഹം പരാതിക്കാരന് നൽകുകയായിരുന്നു. നടരാജ വിഗ്രഹത്തിന് പകരം ദേവി വിഗ്രഹം ലഭിച്ച പരാതിക്കാരൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ വിഗ്രഹം വീട്ടിൽ വെച്ചിട്ട് ഐശ്വര്യം ഉണ്ടായില്ലെങ്കിൽ കോട്ടയം പാലാ സ്വദേശിയായ ഒരാൾ ദേവി വിഗ്രഹം 15 കോടി രൂപയ്ക്ക് വാങ്ങുമെന്നും ഇവർ പരാതിക്കാരനോട് പറഞ്ഞിരുന്നു. തുടർന്ന് പരാതിക്കാരൻ സംശയം തോന്നി ദേവി വിഗ്രഹം ജ്വല്ലറിയിൽ കൊണ്ട് പരിശോധിച്ചപ്പോൾ പഞ്ചലോഹമല്ല എന്ന് മനസ്സിലാക്കുകയും തുടർന്ന് പരാതി നൽകുകയുമായിരുന്നു. കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അമൃതരംഗൻ, സബ് ഇൻസ്പെക്ടർ റജിമോൻ, ASIമാരായ ഷീബ, നാഗേഷ്, സ്പെഷ്യൽ ബ്രാഞ്ച് ASI രഞ്ജിത്ത്, SCPOമാരായ സജീഷ്, ഫൈസൽ, CPO മണിക്കൂട്ടൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊല്ലുക്കര ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനം പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ നിർവഹിച്ചു. ശുചീകരണ റാലിയും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. തെക്കുംകര പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പുന്നപ്പറമ്പ് ചെറുവത്തൂർ വീട്ടിൽ തോമസ് നിര്യാതനായി. 88 വയസ്സായിരുന്നു. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സഹകരണ സംഘം ചട്ടം 43B ഭേദഗതി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ അന്ത്യം കുറിക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.